കണ്ണൂർ സർവകലാശാലയിലെ അംഗീകാരമില്ലാത്ത കോഴ്സിൽ പ്രവേശനം നൽകിയ സംഭവത്തിൽ സർവകലാശാല അന്വേഷണം തുടങ്ങി. സിൻഡിക്കേറ്റ് സമിതി അന്വേഷണത്തിനായി നിയോഗിച്ചു കഴിഞ്ഞു. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് അംഗീകാരമില്ലാത്ത BCom കോഴ്സിന് പ്രവേശനം നൽകിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അരുൺ പൂപ്പറമ്പ. പറയൂ വിവരങ്ങൾ. SKN ഹാപ്പി ന്യൂ ഇയർ. കണ്ണൂർ സർവകലാശാല അംഗീകാരം നൽകാത്ത കോഴ്സിൽ അഡ്മിഷൻ നൽകുകയും അതോടൊപ്പം തന്നെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്തുകയും അതിൻ്റെ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. BCom CA കോഴ്സാണ്. അതിന് സർവകലാശാല ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. വയനാട്ടിലെ ഒരു കോളേജിൽ മാത്രമാണ് നിലവിൽ ഈ അഡ്മിഷൻ നൽകുകയും ഇത്തരത്തിൽ പരീക്ഷ നടത്തിയതിൻ്റെ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ്. അതായത് അംഗീകാരം നൽകാത്തൊരു കോഴ്സിന് അതിൻ്റെ പരീക്ഷ നടത്തുക, അതിൽ ഫലം ഈ സർവകലാശാല വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുക, അതെങ്ങനെ സംഭവിച്ചു എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർവകലാശാല അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റ് സമിതിയെ, 3 അംഗ സമിതിയെ വൈസ് ചാൻസലർ അന്വേഷണത്തിന് വേണ്ടി നിലവിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSU ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ കെയർഇപ്പ് സോഫ്റ്റ്വെയർ, അതായത് കെയർഇപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ വിവരങ്ങളെല്ലാം ഏകീകരിക്കപ്പെടും എന്ന രീതിയിൽ അവതരിപ്പിച്ച, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ച കെയർഇപ്പ് സോഫ്റ്റ്വെയറിലൂടെ നടന്ന ഗുരുതരമായിട്ടുള്ളൊരു ക്രമക്കേടാണ് ഇതെന്നാണ് KSU ഇന്നലെ ആരോപിച്ചത്. ഇതിൻ്റെ ഡാറ്റ എൻട്രി, അതായത് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റ എൻട്രിയും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടന്നത് ഈ കെയർഇപ്പ് സോഫ്റ്റ്വെയർ വഴിയാണ്. അത് കോളേജിൽ, അതായത് നിലവിൽ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ കോളേജിൽ നിന്നും ഇത്തരത്തിലൊരു സർവകലാശാലയുടെ അംഗീകാരമില്ലാതെ ഈ പരീക്ഷ നടത്തി എന്നതാണ്. അത്തരം ആരോപണങ്ങളാണ് എന്തായാലും ഉയർന്നു വരുന്നത്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി, ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് സർവകലാശാല അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. SK. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ.